നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇപ്പൊ അമ്മയ്ക്ക് സുഖം തോന്നുന്നില്ലേ? വീട്ടിലെത്തിയ അമ്മയുടെ പകുതി അസുഖം മാറുമെന്ന് ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞതല്ലേ. അമ്മേ, ആന്റി നിങ്ങൾ അച്ഛമ്മയുടെ ചുറ്റും കൂടിയെന്ന് അച്ഛമ്മയെ കൂടുതൽ അസ്വസ്ഥയാക്കാതെ. ഇനി അച്ഛമ്മയ്ക്ക് ഒന്നും വരില്ല. ഇനി അഥവാ എന്തെങ്കിലും വന്നാൽ തന്നെ അച്ഛമ്മയോടൊപ്പം പൂജയുണ്ട്. അച്ഛമ്മയുടെ മകളായും ചെറുമകളായും ഡോക്ടറായും എല്ലാം നോക്കിക്കോ. അച്ഛമ്മ ഒന്നും ഭയക്കാതിരുന്നാ മതി. ഭയമില്ലാതെ ഉറച്ച മനസ്സോടെ ഇരുന്നാ എല്ലാം ശരിയാവും. എന്താ ശരിയല്ലേ മഹേശ്വരി അമ്മേ? അതെ അമ്മേ, അർജുൻ മോൻ പറഞ്ഞതാ ശരി. അമ്മ ധൈര്യത്തോടെ ഇരുന്നാ മതി, അമ്മയ്ക്ക് ഒരു അസുഖവും വരില്ല. ഈശ്വരൻ ഓരോ വയ്യാവേലികൾ നമുക്ക് തന്നാ അത് തരണം ചെയ്യാനുള്ള കഴിവ് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. മുമ്പൊക്കെ അച്ചമ്മയ്ക്ക് അസുഖം വരുമ്പോ എന്തായിരുന്നു ബഹളം. ഇത്തവണ പൂജമോൾ ഉണ്ടായിരുന്നതുകൊണ്ട് എല്ലാം എളുപ്പത്തിൽ ഭേദമായി. എന്തിനും ഈശ്വരനെ പഴിചാരാൻ എളുപ്പമാ. പഴിചാരി എന്തിനെന്ന് ചോദിക്കാൻ അദ്ദേഹം വരില്ലെന്ന് വിചാരിച്ചിട്ടാണോ? ഇപ്പൊ ഈ സംഭവിച്ചത് എന്റെ കയ്യിലിരിപ്പുകൊണ്ട് തന്നെയാ. അതെനിക്ക് നന്നായിട്ടറിയാം. ഈശ്വരൻ തന്നൊരു മുന്നറിയിപ്പാ എന്റെ ഈ അസുഖം. മനുഷ്യന് സ്വയം പരിഹാരം കാണാൻ പ്രാപ്തി നൽകാൻ ഒരു മുൻകരുതലിന് വേണ്ടി ദൈവം ചെറിയ തട്ടുകേടുകൾ മുന്നിൽ കാണിച്ചു തരുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ സത്യം എന്താണെന്ന് അമ്മയ്ക്ക് അറിയാം. സമയത്തിന് ആഹാരം കഴിക്കാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് മനസമാധാനം കളഞ്ഞ പിന്നെ അസുഖം വരാതെ എന്ത് ചെയ്യും? അതെ, അമ്മ ഇനി പൂജ പറയുന്നത് കേൾക്കണം. അതെ, പൂജ മോള് കൃത്യസമയത്ത് ആഹാരത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും. അതനുസരിച്ച് വേണം അമ്മ കഴിക്കാൻ. ഇല്ല, അത് പറ്റില്ല മാധുരി. ഇനി എന്തു വന്നാലും എന്റെ കാര്യം നോക്കണ്ട നീയാ. നീ എന്റെ മകളും മരുമകളും ഒക്കെയാ. എന്താ അർജുൻ, ഞാൻ പറഞ്ഞ ശരിയല്ലേ? സന്തോഷം. പൂജക്കൊരു ജോലി പറഞ്ഞു കിട്ടിയല്ലോ. ഓ, അങ്ങനെയൊന്നുമല്ല. പൂജയ്ക്കും ചെയ്യേണ്ടി വരും. എപ്പോഴാന്നറിയാവോ മാധുരി? നിനക്ക് വയസ്സാവുമ്പോ നിന്റെ കാര്യങ്ങൾ പൂജ നോക്കും. ആ, എന്റെ കാര്യങ്ങളൊക്കെ നീ നോക്കിയാ മതി. പല വീടുകളിലും അച്ഛനമ്മമാർ സമ്പാദിച്ച സമ്പത്ത് കൊണ്ട് മക്കൾ സമ്പന്നരായാൽ പിന്നെ മാതാപിതാക്കൾ മക്കളെ പേടിച്ചാ കഴിയുന്നത്. എന്താന്നറിയോ? മക്കൾ വല്ല വൃദ്ധസ്ഥാനത്തിലും കൊണ്ടാക്കിയാലോ എന്നുള്ള പേടി. എനിക്കങ്ങനെ ഒരു പേടിയില്ല. എന്റെ മക്കളും മരുമക്കളും ചെറുമക്കളും എല്ലാം എനിക്ക് ചുറ്റുമുള്ളപ്പം ഒരു വല്ലാത്ത ആശ്വാസം. ഇനി ഇവിടെ ആർക്ക് എന്തെങ്കിലും അസുഖം വന്നാ പൂജ ഉണ്ടല്ലോ എന്നുള്ള ബലവാ. അതിനിപ്പോ സ്വത്തും മണമല്ല, ഇപ്പോഴും അമ്മയുടെ കസ്റ്റഡിയിൽ തന്നെയാണല്ലോ. അതുകൊണ്ട് ആരും ഒന്നും മിണ്ടാത്തെ. ഇതിപ്പോ പൂജ മോളെ പുകഴ്ത്തി പുകഴ്ത്തി അർജുൻ മോന് പൂജ മോളെ കോടതിയിൽ കൊണ്ടുപോകേണ്ടി വരും. ആവശ്യം വന്നാ പൂജ കോടതി കയറി അങ്ങ് വാദിക്കും. ആശുപത്രിയിലെ ഫ്രണ്ട് ഓഫീസിലായിരുന്നെങ്കിലും ഡോക്ടർമാരും നേഴ്സുമാരും ചെയ്യുന്ന ജോലികൾ കണ്ടു പഠിച്ചിട്ടാ ചില തീരുമാനങ്ങൾ പൂജ എടുക്കാറ്. ആ മികവ് കോടതി മുറിയിലും പൂജ പ്രകടിപ്പിക്കും. പലപ്പോഴും പല കേസുകളെ കുറിച്ച് സംസാരിക്കുമ്പോ പൂജ എന്നെ സഹായിക്കാറുണ്ട്. അല്ലടോ? പിന്നല്ലേ, പല കേസും ഇപ്പൊ അജുവേട്ടൻ വിജയിക്കുന്നത് എന്റെ മെടുക്കൊണ്ടാ. അത് ശരി. ഓ, പിന്നെ നമ്മൾ ആ ക്രെഡിറ്റ് ഒന്നും ചോദിക്കാൻ പോകുന്നില്ലെന്നേ ഉള്ളൂ. അത്രയ്ക്ക് വേണോ? ഓ, അതെ, ആരും ചിരിക്കൊന്നും വേണ്ട, സത്യം ഞാൻ പറഞ്ഞു. ദേ, കഴിഞ്ഞ ദിവസം തന്നെ ആ പീഡന കേസിൽ അജുവേട്ടൻ പറഞ്ഞ പോയിന്റിനേക്കാളും ഞാൻ അജുവേട്ടന് പറഞ്ഞു കൊടുത്ത പോയിന്റാ ജഡ്ജി തെളിവായിട്ട് സ്വീകരിച്ചത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നോ? അതേതാണ് ആ പോയിന്റ്? എന്താ ആന്റി, വിശ്വാസം വരുന്നില്ലേ? ഞാൻ പറഞ്ഞത് സത്യമാ. അല്ല, വിശ്വാസമില്ലാത്തോണ്ടല്ല, ഒരു ക്യൂരിയോസിറ്റിക്ക് ചോദിച്ചാ. അജുവേട്ടാ, എന്താ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക, എല്ലാരും കേക്കട്ടെ ഈ പൂജയുടെ മിടുക്ക്. അതായത് ഒരു പെൺകുട്ടിയെ അവളുടെ അച്ഛൻ ഉപദ്രവിച്ചെന്ന് പറഞ്ഞ് അമ്മ ഒരു പരാതി കൊണ്ടു കൊടുത്തു. ഭാര്യയും ഭർത്താവും തമ്മിൽ ചില ഫാമിലി ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് മുതലെടുത്ത് ഭർത്താവിനെതിരെ ഒരു വ്യാജ പരാതി കൊടുക്കായിരുന്നു. ഭർത്താവ് അറസ്റ്റിലെ ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഭർത്താവിന്റെ സഹോദരൻ എന്നെ സമീപിക്കുന്നത്. ആ കേസിൽ പ്രധാനപ്പെട്ടത് ആ കുഞ്ഞിന്റെ മൊഴിയായിരുന്നു. കുഞ്ഞ് മൊഴിയിൽ ഉറച്ചു നിന്നാൽ അച്ഛൻ ശിക്ഷിക്കപ്പെടും. ആ കുഞ്ഞിന്റെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ പരിശോധിക്കാൻ പൂജ എന്നോട് പറഞ്ഞു. ആ കുഞ്ഞിനെ ഞാൻ കണ്ടു,
വിശദമായി കാര്യങ്ങൾ സംസാരിച്ചു. കുഞ്ഞ് ആരോ പറഞ്ഞു പഠിപ്പിച്ച പോലെ എല്ലായിടത്തും ഒരുപോലെ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ പറഞ്ഞു പിടിപ്പിച്ച ആളെ ചോദ്യം ചെയ്താൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്ന് അന്ന് പൂജ എന്നോട് പറഞ്ഞു. അങ്ങനെയാണ് കുഞ്ഞിന്റെ അമ്മയെ കോടതിയിൽ ഞാൻ വിസ്തരിച്ചത്. അവരുടെ മൊഴിയും കുഞ്ഞിന്റെ മൊഴിയും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തി. കുഞ്ഞിന്റെ അമ്മയെ അറസ്റ്റ് ചെയ്യുമെന്ന് കോടതിയെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു. അതോടെ കുഞ്ഞ് സത്യങ്ങളൊക്കെ അങ്ങ് തുറന്നു പറഞ്ഞു. പൂജ പോയിന്റ് പറഞ്ഞെന്നെങ്കിലും അത് പ്രസന്റ് ചെയ്തത് ഞാനാ. കോടതിയിൽ നമ്മൾ സത്യങ്ങൾ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നതിനാണ് പ്രാധാന്യം. നമ്മളൊരു കൃത്യമായ തിരക്കഥയോടുകൂടി കോടതിയിൽ ഒരു ലൂപ്പ് ഹോളും ഇല്ലാതെ കാര്യങ്ങൾ അവതരിപ്പിക്കണം. എല്ലാം പരസ്പരം കൃത്യമായിട്ട് കണക്ട് ചെയ്താൽ കോടതി അത് കണക്കിലെടുക്കും. അർജുൻ നമ്മളോട് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ പൂജ വളരെ വേഗത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അവളുടെ മുഖത്തൊരു വല്ലാത്ത ഊർജം ഞാൻ കാണുന്നുണ്ട്. അവൾ ക്ഷമയോടാ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ക്ഷമയോടുള്ള കാത്തിരിപ്പ് ഒരു കയ്പ് മരമാണെങ്കിലും അതിൽ വിളയുന്നത് എപ്പോഴും മധുരഫലങ്ങളായിരിക്കും. ക്ഷമയുണ്ടെങ്കിൽ അതിന് ഗുണമുണ്ട്. എന്റെ മോളുടെ ക്ഷമയ്ക്കൊക്കെ ഒരു പ്രതിഫലം ഉണ്ടായാൽ മതിയായിരുന്നു. പരാജയവും വിജയവും ഒക്കെ ജീവിതത്തിന്റെ ഭാഗ. പക്ഷെ കടുത്ത മനോവേദനയെ പോലും നമ്മളെയൊക്കെ ചേർത്ത് പിടിക്കുന്നവരുടെ മനസ്സാ ഞാൻ ആദ്യമേ കണ്ടത്. അങ്ങനെയുള്ള മനസ്സുള്ളവർക്ക് വിജയം ഒരിക്കലും അകലെ ആവില്ല. ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും നമ്മുടെ മുന്നിൽ അവൾ കരയാതിരിക്കുന്നത് അവൾക്ക് സങ്കടമില്ലാഞ്ഞിട്ടല്ലമ്മേ. നമ്മൾ ആ സങ്കടം കാണാതിരിക്കാൻ വേണ്ടിയാ. അവൾ ചിരിക്കുന്നത് നമ്മൾ സന്തോഷിക്കാൻ വേണ്ടിയാ. മറ്റുള്ളവരുടെ വീഴ്ചയിൽ സന്തോഷിക്കാതെ അവരുടെ നന്മ മാത്രം പ്രതീക്ഷിച്ച് അവള് നമ്മുടെ മുന്നിൽ അഭിനയിക്കുക. അർജുനില്ലാതെ ഒരു നിമിഷം പോലും എന്റെ മോക്ക് കഴിയാനാവില്ല. പക്ഷെ ഒന്നും പ്രതീക്ഷിക്കാതെ പ്രവർത്തിക്കുക. അത് ശരിയാ മോളെ. നമ്മുടെ മുഖത്ത് പ്രകാശം അകന്നു പോയാൽ നിഴല് പോലും നമ്മളെ വിട്ടൊഴിയും. അതാ അവള് നമ്മുടെ മുമ്പിൽ സന്തോഷമായിട്ടിരിക്കുന്നത്. അവളുടെ മുഖത്തുള്ള പ്രകാശത്തിന്റെ ഊർജം നമുക്കും കിട്ടട്ടെ. അഖിലിനെ ഇതുവരെ കണ്ടില്ലല്ലോ. അവിടെ കയറാനൊരു സമയമുണ്ട്. സമയം തെറ്റിക്കാൻ പറ്റില്ല. കൃത്യസമയത്തല്ലാതെ അവിടേക്ക് ആൾക്കാരെ അനുവദിക്കുകയില്ല. അഖിലിന് ചിലപ്പോ കിട്ടി കാണില്ലേ? ആ വരുന്നുണ്ട്. വാസനയ എത്താൻ വൈകിയപ്പോ ആകെ ടെൻഷനായി. കട കണ്ടുപിടിച്ചെടുക്കാൻ എളുപ്പമായിരുന്നു. പക്ഷെ ഒടുക്കത്തെ ബ്ലോക്കിലേക്ക് വരണ്ടേ? എങ്ങനെയുണ്ട്? താങ്ക് യു അഖിൽ. പൂജേച്ചി വല്ലാത്ത റിസ്ക് എടുക്കാൻ പോകുന്നേ. ദേ പൂജേച്ചിയുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കേണ്ടവരാ നമ്മള്. എന്നിട്ടിപ്പോ ടെൻഷൻ കൊടുക്കുക നീ? സ്നേഹ പറഞ്ഞത് കാര്യാക്കണ്ട അഖിൽ. ഞാൻ എന്തായാലും ശ്രദ്ധിക്കും സ്നേഹ. പിടിച്ചേ, വളരെ സീരിയസ് ആയ ഒരു കാര്യത്തിനാണ് ഞാനിപ്പോൾ ഇറങ്ങാൻ പോകുന്നതെന്നറിയാം. ശ്രദ്ധിച്ച് തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത്. ചേച്ചി മൊബൈൽ ഓണാക്കി വെച്ചോ. അവള് പറയുന്നതെല്ലാം റെക്കോർഡായിരിക്കണം. ഗേറ്റ് കിടക്കുന്ന സമയം മുതൽ ഓണായിരിക്കും. എല്ലാ വശവും ചിന്തിക്കണമല്ലോ ചേച്ചി. അതുകൊണ്ട് ചോദിക്കുന്നത്, അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിയാ? എന്ത് സംശയം? ഇതൊരു നല്ല വേഷമല്ലേ? ഞാനിതിടുന്നു, ഇതിട്ടൊരാളെ കാണാൻ പോകുന്നു. കക്കാനോ മോഷ്ടിക്കാനോ ഒന്നും അല്ലല്ലോ പോകുന്നേ. ചേച്ചി ഒരു കാര്യം കൂടി. ഞാൻ വക്കീലായതുകൊണ്ട് എല്ലാ വശവും നോക്കി കാര്യങ്ങൾ പറയുന്നേ. മോള് പറ. മോള് പറയുന്നതൊക്കെ കൃത്യമായ കാര്യങ്ങളാ. എനിക്ക് ഉപകാരപ്പെടും. സ്വാതി ചേച്ചി തിരിച്ചറിഞ്ഞ് ഒരു ഇഷ്യൂ ഉണ്ടായാൽ, അവൾ ഒരു പരാതി കൊടുത്താൽ കാര്യങ്ങളൊക്കെ ഗൗരവത്തിലാവും.